കൊല്ലം തേവലക്കരയിലെ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന് അന്ത്യചുംബനമേകിയ അമ്മ സുജ. സ്കൂളിലും വീട്ടിലും ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തുന്നത്. സംസ്കാരം വൈകിട്ട് 5-ന് വീട്ടുവളപ്പിൽ നടക്കും. വിവരങ്ങൾ നൽകാൻ എസ് ഷീജയുണ്ട്. ഷീജ, മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. മിഥുന്റെ പ്രിയപ്പെട്ട ഇടമാണ്, പ്രിയപ്പെട്ടവർ ഉള്ള ഇടമാണ്. എങ്ങനെയാണ് അവന് യാത്രാമൊഴിയേകുന്നത് ജന്മനാട്? തീർച്ചയായും ഏതായാലും അവര് കണ്ണീരിൽ കുതിർന്ന യാത്രയയപ്പ് തന്നെയാണ് നിലവിലിപ്പോൾ നാട് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാവിലെ അവൻ്റെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ഏറ്റുവാങ്ങിയത് മുതൽ ഇതുവരെയും നമ്മൾ ഒരിടത്ത് പോലും അവനെ കാണാനായി എത്തിയവരുടെ കണ്ണുകൾ നിറയാതെ പോകുന്ന ഒരു സാഹചര്യം അത് ഒരാളുടെ കണ്ണുകളിൽ പോലും ഉണ്ടായില്ല, അത് കണ്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ്. മോർച്ചറിയിൽ നിന്ന് രാവിലെ 10:30 വിലാപയാത്രയായി അവൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അത് പുറപ്പെട്ടപ്പോൾ നമ്മൾ കണ്ടത് റോഡിനിരുവശത്തും തിങ്ങിക്കൂടിയിട്ടുള്ള ജനങ്ങളെയാണ്. ആ തിങ്ങിക്കൂടിയിട്ടുള്ള ജനങ്ങൾ ഒന്നടങ്കം അവനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഓടിയെത്തിയവരായിരുന്നു. അതിൽ പലരും വിളിച്ചു പറയുന്നതും അങ്ങനെയായിരുന്നു. തങ്ങളുടെ മകനെ ഒരു നോക്ക് കാണണം എന്ന് അലമുറയിട്ട് നിരവധി പേർ ഓടി വരുന്ന കാഴ്ച റോഡരികിൽ നമ്മൾ കണ്ടു. ആ യാത്ര നേരെ പോയത് അവൻ്റെ വിദ്യാലയത്തിലേക്കാണ്. ആ വിദ്യാലയത്തിൽ അവൻ കഴിഞ്ഞ ദിവസം വരെയും സ്കൂളിൽ കളിച്ചിരിയുമായി ഓടിക്കളിച്ച അവൻ്റെ സ്വന്തം സ്കൂള്, അവൻ മരണപ്പെടുന്നതിന് തൊട്ടു മുൻപ് വരെയും കളിയും ചിരിയുമായി ഓടിക്കളിച്ച സ്കൂള്, അവൻ്റെ സഹപാഠികൾ, അവൻ്റെ അധ്യാപകർ എല്ലാവരും അവനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി രാവിലെ മുതൽ തന്നെ ഏറെ നേരമായി കാത്തു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അവൻ ആ സ്കൂളിലേക്ക് വീണ്ടും, അല്ലെങ്കിൽ അവസാനമായി അവൻ്റെ സ്കൂളിലേക്ക് എത്തിയത്. പക്ഷേ അവൻ എങ്ങനെയാണോ അത്രയും ദിവസം അവർ കണ്ടിരുന്നത് ആ രീതിയിലായിരുന്നില്ല. ചേതനയറ്റ ഒരു മിഥുനെ ആയിരുന്നു അവർ ഇന്ന് കണ്ടത്. അത് ആർക്കും സഹിക്കുന്നതിന് തന്നെ അപ്പുറമുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. അതിനുശേഷമാണ് അവിടെ എത്തിയിട്ടുണ്ട്. അതായത് വലിയൊരു ജനപ്രവാഹം തന്നെയായിരുന്നു സ്കൂളിലും നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. സ്കൂളിൽ പ്രധാനമായും പൊതുദർശനം തീരുമാനിച്ചിരുന്നത് 12 മണി വരെയായിരുന്നു. പക്ഷേ ജനങ്ങളുടെ വരവ്, അവനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ളവരുടെ വരവ്, അത് നീണ്ട സാഹചര്യത്തിൽ ആണ് പൊതുദർശനം നീണ്ടുപോയത്. 12:45 വരെ നീണ്ടു നിന്നു പൊതുദർശനം. അതിനുശേഷം 1:30 ആ പൊതുദർശനം പൂർത്തിയാക്കി അവൻ്റെ യാത്ര, അത് അവൻ്റെ വീട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. 12:45 ആരംഭിച്ച യാത്ര 1:30 അവൻ്റെ വീട്ടിന് മുന്നിലേക്കെത്തി. പക്ഷേ വീട്ടിന് മുന്നിൽ കണ്ട സാഹചര്യം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത് എത്രത്തോളം ദുഃഖമാണ് ഇവിടെ ഉണ്ടായിരുന്ന ഓരോ വ്യക്തിയിലും ഉണ്ടായിരുന്നത് എന്നുള്ളത്. കാരണം അവൻ ജനിച്ചു വളർന്ന വീടാണ്, അവൻ കളിച്ച ഇടമാണ്, അതിൽ അവൻ്റെ എല്ലാ സന്തോഷവും സങ്കടവും അവൻ പങ്കുവച്ച ഇടം കൂടിയാണ്. അവൻ്റെ അമ്മയും അച്ഛനും അവൻ്റെ സഹോദരനും ഒക്കെയായി അവൻ പങ്കുവച്ച, അവൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവച്ച ഇടം കൂടിയാണ്. ആ ഇടത്തിലേക്ക്, അവൻ്റെ സ്വന്തം ഇടത്തേക്ക് അവൻ അവസാനമായി എത്തിയത് അത് ഒരാൾക്ക് പോലും സഹിക്കാൻ കഴിയുന്ന ഒരു കാഴ്ചയായിരുന്നില്ല. അവൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വീടിന് സമീപത്തെത്തിയപ്പോൾ മുതൽ തന്നെ ഇവിടെ കരച്ചിൽ മാത്രമാണ് നമുക്ക് കേൾക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം സങ്കടം തളം കെട്ടി നിന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ വീട്ടിൽ ഉണ്ടായിരുന്നത്. അവൻ്റെ അമ്മ, നമുക്കറിയാം, ഒരമ്മയ്ക്ക് പോലും സഹിക്കാൻ കഴിയുന്നതല്ല തൻ്റെ കുഞ്ഞിൻ്റെ വേർപാടെന്ന് പറയുന്നത്. പക്ഷേ ഈ അമ്മയാകട്ടെ, അവരുടെ മക്കൾക്ക് വേണ്ടി വിദേശത്ത് പോയി ഒരു ചെറിയ ജോലി സമ്പാദിച്ച് വിദേശത്ത് പോയി അവർക്ക് വേണ്ടി അവിടെ കഴിയുന്ന ഘട്ടത്തിലാണ് മകൻ്റെ വേർപാട് പോലും ആ അമ്മ അറിയുന്നത്. ആ അമ്മയ്ക്ക് ഇത് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ആ അമ്മ എങ്ങനെ ഇതിനെ അതിജീവിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ
ഏവരെയും ആശങ്കപ്പെടുത്തുന്നതും ആ അമ്മയെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാത്ത വേദനയും സങ്കടവും ഉള്ളിൽ പേറിയാണ് ഇവിടെ തടിച്ചുകൂടിയവർ പോലും ഉണ്ടായിരുന്നത്. ഏതായാലും ആ രീതിയിൽ ഇനി ഇപ്പോഴും ഇവിടെ ഈ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുദർശനം എപ്പോൾ പൂർത്തിയാകും എന്നത് ഒരാൾക്ക് പോലും പറയാൻ കഴിയാത്തൊരു സാഹചര്യവുമുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പോഴും നിരവധി പേരാണ് ഈ ക്യൂ അവസാനിക്കുന്നില്ല, ക്യൂവിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിരവധി പേർ ക്യൂവിൽ ചേർന്നുകൊണ്ട് അത്രത്തോളം വലിയ ക്യൂ ഈ വീട്ടുമുറ്റത്ത് നിന്നും ഈ മനോഭവനത്തിൽ നിന്നും റോഡ് വരെയും നീളുന്ന വലിയ ക്യൂ ആണ് ഇപ്പോഴും ഇവിടെയുള്ളത്. 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കണം എന്നുള്ളതാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ രീതിയിൽ പൊതുദർശനം പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നതും ഇതുവരെയും ഉറപ്പായിട്ടില്ല. ഏതായാലും പ്രകൃതി പോലും ഈ ഒരു ദുഃഖത്തിനൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇവിടത്തെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം പോലും വ്യക്തമാക്കുന്നത്. രാവിലെയും വലിയ മഴ, രാവിലെ അവൻ്റെ മൃതദേഹം പുറത്തേക്ക് ഇറക്കുന്നത് വരെയും ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അത്രത്തോളം വലിയൊരു മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ഇതുവരെയും ഉള്ളത്. ആ ഒരു രീതിയിൽ ഇത്തരത്തിലുള്ളൊരു പ്രകൃതിയെ പോലും വകവയ്ക്കാതെയാണ് നിരവധി പേർ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവിടെ എത്തുന്ന ഓരോ വ്യക്തിയിലും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് തങ്ങളുടെ ഓരോരുത്തരുടെയും സ്വന്തം കുടുംബത്തിലെ മകൻ നഷ്ടപ്പെട്ട വേദന തന്നെയാണ്. അതുതന്നെയാണ് ഇവിടെ അവന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടി എത്തുന്ന ഓരോ വ്യക്തികളിലും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും പൊതുദർശനം ഇവിടെ വീട്ടിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇപ്പോഴും നിരവധി പേരാണ് ഇവിടേക്ക് ഈ പൊതുദർശനത്തിൽ പങ്കെടുത്ത് മിഥുനെ അവസാനമായി ഒരു നോക്ക് കണ്ട് അവന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയും അവന് യാത്രാമൊഴിയേകുന്നതിന് വേണ്ടിയും എത്തിക്കൊണ്ടിരിക്കുന്നത്. വർഷ.